നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തൃശൂർ പുതുക്കാട് ആമ്പല്ലൂർ വെണ്ടൂരിൽ 3 വയസ്സുകാരിയായ ഒരു കുട്ടി കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. ഇന്നിപ്പോ ആ കുട്ടിയുടെ മരണകാരണം അത് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മസാല ദോശയാണ് ഈ കുഞ്ഞിന്റെ ജീവൻ എടുത്തത് എന്നതടക്കമുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഹോട്ടലിൽ നിന്ന് കഴിച്ച ഭക്ഷണത്തിൽ നിന്നുണ്ടായിരിക്കുന്ന ഭക്ഷ്യ വിഷബാധയാണ് ഈ 3 വയസ്സുകാരുടെ മരണത്തിന് കാരണമായിട്ട് നിൽക്കുന്നത് എന്നുള്ള ഒരു സംശയമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശക്തമായി കേൾക്കുന്നത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. വെണ്ടൂർ അളഗപ്പ ഗ്രൗണ്ടിന് സമീപം കല്ലുകരൻ ഹെൻറിയുടെ മകൾ ഒലിവിയാണ് കഴിഞ്ഞ ദിവസം അതിദാരുണമായി മരണപ്പെട്ടത്. വിദേശത്ത് നിന്നെത്തിയിട്ടുള്ള ഹെൻറിയെ കൊണ്ടുവരാൻ, അതായത് തന്റെ അച്ഛനെ കൊണ്ടുവരാൻ ശനിയാഴ്ച നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് കുടുംബാംഗങ്ങൾക്ക് ഒപ്പം പോയതായിരുന്നു ഒലിവിയ. ആ യാത്രയ്ക്ക് ശേഷം ഒലിവിയ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന വഴി കഴിച്ചിരിക്കുന്ന മസാല ദോശയിൽ നിന്നാണ് കുഞ്ഞിന് ഭക്ഷ്യവിഷബാധ ഏറ്റത് എന്ന നിഗമനത്തിലാണ് നിലവിലുള്ളത്. അങ്കമാലിയിലെ ഹോട്ടലിൽ വച്ചാണ് ഈ കുടുംബം ഭക്ഷണം കഴിച്ചതെന്നാണ് നിലവിൽ പുറത്തുവരുന്ന വിവരം. വീട്ടിലെത്തിയതോടെ ഇവർക്ക് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു. ഒലിവിയയ്ക്കായിരുന്നു ഇതിൽ കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടത്. കുട്ടിയെ ഉടൻ തന്നെ ഒല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. ഇവിടെ നിന്ന് കുട്ടിക്ക് കുത്തിവയ്പ് എടുത്ത ശേഷം വീട്ടിലേക്ക് മടക്കി അയക്കുകയും ചെയ്തു. എന്നാൽ അവശത മാറാത്തതിനാൽ കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ഒലിവിയയെ വീണ്ടും ചികിത്സയ്ക്കായി കൊണ്ടുപോവുകയായിരുന്നു. പുലർച്ചെയോടെ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി വളരെ വഷളായി. ഇതോടുകൂടെ മരണം സംഭവിക്കുകയായിരുന്നു. ഇതോടെ വെണ്ടോരയിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലുമൊക്കെ പ്രവേശിപ്പിച്ചിരുന്നുവെങ്കിലും കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെടുകയായിരുന്നു. പുതുക്കാട് പോലീസ് ഇൻക്വസ്റ്റ് നടപടികളൊക്കെ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. സംഭവത്തിൽ പോലീസും ആരോഗ്യ വകുപ്പും അന്വേഷണം ആരംഭിച്ചു എന്നാണ് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ട്. എന്തായാലും ഒരു മസാല ദോശയാണ് ഈ ഒരു 3 വയസ്സുകാരിയുടെ മരണത്തിന് കാരണമായി മാറിയിരിക്കുന്നത് എന്നൊരു സംശയം ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിൽക്കുന്നുണ്ട്. അതേസമയം കേരളത്തിൽ പലയിടത്തും ഇത്തരത്തിൽ ഭക്ഷണങ്ങളുടെ കാര്യത്തിൽ യാതൊരു സുരക്ഷയും ഉറപ്പുവരുത്താതെ ഇത്തരത്തിലുള്ള ഭക്ഷ്യവസ്തുക്കൾ വിൽക്കപ്പെടുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ തിരുവനന്തപുരത്ത് ഷവർമ്മ കഴിച്ച നിരവധി പേർക്കാണ് ദേഹാസ്വസ്ഥം ഉണ്ടാകുന്നതും അതിനെ തുടർന്ന് നിരവധി ആളുകൾ ആശുപത്രിയിലേക്ക് പോകുന്നതും. തിരുവനന്തപുരം അട്ടക്കുളങ്ങരയിലെ ഭക്ഷണശാലയിൽ നിന്നാണ് ഷവർമ്മ കഴിച്ചവർക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റത് എന്നാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന റിപ്പോർട്ട്. 30ഓളം പേർ വിവിധ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. കഴിഞ്ഞ ദിവസം അട്ടക്കുളങ്ങരയിലെ ഹോട്ടലിൽ നിന്നും ഷവർമ്മ കഴിച്ചവർക്കാണ് പിന്നീട് വയറിന് വേദനയും ഛർദിയും വയറിളക്കവും അടക്കം അനുഭവപ്പെട്ടത്. കരമന, മണക്കാട്, ആനയറ പ്രദേശങ്ങളിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ഇവരെ പ്രവേശിപ്പിച്ചത്. ഇതേ തുടർന്ന് ആരോഗ്യ പ്രവർത്തകർ ഈ ഹോട്ടലിൽ മിന്നൽ പരിശോധന നടത്തിയിരുന്നു. ഭക്ഷ്യവിഷബാധ സ്ഥിരീകരിക്കുകയും ചെയ്തു. ശുചിത്വക്കുറവും അസംസ്കൃത വസ്തുക്കളിൽ പ്രശ്നങ്ങളുമാണ് ഈ ഒരു പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഹോട്ടൽ ഉടനടി തന്നെ അടപ്പിക്കുകയാണ് ഉണ്ടായത്. ഇവിടുത്തെ ചിക്കനും മയോണൈസിലുമാണ് പ്രശ്നമുള്ളത് എന്നതാണ് നിലവിലത്തെ നിഗമനം. എന്തായാലും ഇത് പരിശോധനയ്ക്ക് വേണ്ടി അയച്ചിരിക്കുകയാണ്. ഇതിന്റെ ഫലം ലഭിച്ചാൽ മാത്രമേ കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ സാധിക്കൂ എന്നാണ് അധികൃതർ പറയുന്നത്. മയോണൈസ് ആയിരിക്കും വില്ലൻ എന്നാണ് നിലവിൽ കരുതുന്നത്. എന്തായാലും ഇതിനിടെയാണ് ഏറെ വേദനിപ്പിക്കുന്ന ഒരു റിപ്പോർട്ട്, ഒലിവിയുടെ വാർത്ത അത് പുറത്തു വരുന്നത്. കുഞ്ഞിന്റെ മരണം ഭക്ഷ്യവിഷബാധയേറ്റ് തന്നെയാണ് എന്നാണ് നിലവിൽ എല്ലാവരും കരുതുന്നത്. വിദേശത്ത് നിന്നെത്തിയ തന്റെ അച്ഛനെ കൊണ്ടുവരാൻ വേണ്ടി ശനിയാഴ്ച നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് കുടുംബത്തോടൊപ്പം പോയതായിരുന്നു ഒലിവിയ. അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിയാണ് മസാലദോശ കഴിക്കാൻ വേണ്ടി കടയിൽ കയറുന്നത്. ഇവിടെ നിന്ന് കഴിച്ച ഭക്ഷണത്തിൽ നിന്നാണ് കുട്ടിക്ക് വിഷബാധ ഏറ്റത് എന്നാണ് പ്രാഥമിക നിഗമനം. അങ്കമാലിയിലെ ഹോട്ടലിൽ നിന്നാണ് കുടുംബം ഭക്ഷണം കഴിച്ചത്. വീട്ടിലെത്തിയതോടെ ഇവർക്ക് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകുകയായിരുന്നു. ഒലിവിയയ്ക്കാണ് ഈ അസ്വസ്ഥതകളിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത്. ഇതിനെ തുടർന്ന് കുട്ടിയെ ആശുപത്രികളിലേക്ക് എത്തിച്ചു. പലതവണ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും കുട്ടിയുടെ നില ഗുരുതരമാകുകയായിരുന്നു. നിലവിൽ കുട്ടി മരണപ്പെടുകയാണ് ഉണ്ടായത്. ഈ ഒരു സംഭവത്തിൽ ശക്തമായിട്ടുള്ള അന്വേഷണം തന്നെ തുടരേണ്ടതുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം കേരളത്തിലുള്ള ഭക്ഷ്യവസ്തുക്കളുടെ ഇത്തരത്തിലുള്ള വിൽപ്പന യാതൊരു സുരക്ഷയും കൂടാതെയാണോ എന്നതടക്കം ചോദ്യം ഈ ഒരു സംഭവത്തിന് പിന്നാലെ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു 3 വയസ്സുകാരിയുടെ മരണമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ടത്.